ഇന്ന് ബുദ്ധിയുടെ വേശിത്തരം പോലാണ് ശാസ്ത്രങ്ങൾ പഠിച്ചും അങ്ങനെ വ്യാഖ്യാനിച്ച് പറയുന്നല്ല. സാഹചര്യത്തിൽ ഒരു തുമ്പട പോലും ആരും വ്യതിരിച്ച് കാണാറില്ല. സാഹചര്യത്തിലെ ആ സംയമനം, ക്ഷമിക്കുക. അപ്പോൾ അതാണ് അറിവ്, ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിലെ ബോധത്തെ കൊണ്ടുവരിക എന്നുള്ള പരമായ സത്യത്തെ അറിഞ്ഞിരിക്കുന്നതാണ് ഗുരു. അതിലവർ ജീവിക്കുന്നു. ആത്മാവാണോ എന്നുള്ള ബോധത്തോടുകൂടിയാണ്. കൂട്ടത്തിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റ, താൻ ആത്മാവിലാണ് നിലനിൽക്കുന്നത്. ആ ബോധം. ചിലർ കള്ളു കുടിക്കുന്നതും കുടിപ്പിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും വലിക്കപ്പെടുന്നതും എല്ലാം ഈശ്വരനാണെന്ന് പറഞ്ഞിട്ട് വേദാന്തം പറഞ്ഞിരിക്കും. ചിലവരിപ്പോൾ പുസ്തകം വായിച്ചിട്ട് ഞാൻ ആത്മാവാണ്, ആരാരെ ധ്യാനിക്കാൻ, ആരാർക്ക് സേവിക്കാൻ, അല്ലെ ആത്മാവല്ലേ എന്ന് പറഞ്ഞ് വേറൊരു തരമായിരിക്കും. തേനെഴുതിയ നക്കിയാൽ മധുരം കിട്ടത്തില്ല. ഇപ്പം പുസ്തകം നമ്മളും കൂടെ എന്ത് വ്യത്യാസമുണ്ട്? ടേപ്പ് റെക്കോർഡും അത് പറയുന്ന ടേപ്പ് റെക്കോർഡ് നമ്മളെന്ത് വ്യത്യാസമുണ്ട്? നമ്മൾ അതായി തീരണം, പൂവായി മാറണം. പൂവെന്ന് പറയില്ല, പൂവായി മാറണം. ഇന്ന് ബുദ്ധിയുടെ വേശിത്തരം പോലാണ് ശാസ്ത്രങ്ങൾ പഠിച്ചും അങ്ങനെ വ്യാഖ്യാനിച്ച് പറയുന്നല്ല. സാഹചര്യത്തിൽ ഒരു തുമ്പട പോലും ആരും വ്യതിരിച്ച് കാണാറില്ല. സാഹചര്യത്തിൽ ആ സംയമനം, ക്ഷമിക്കുക. അപ്പോൾ അതാണ് അറിവ്, ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിലെ ബോധത്തെ കൊണ്ടുവരിക എന്നുള്ള. കരണ്ട് തൊട്ടാൽ ഷോക്കടിക്കും, അങ്ങനെയുള്ള അറിവാണ് അതിനെ തൊടാതിരിക്കുന്നത്. തീ തൊട്ടാൽ പിണറുവാണ്. അപ്പോൾ എല്ലാത്തിലും ആ ബോധത്തോടു കൂടി കർമ്മം ചെയ്യുക, കണ്ടുകൊണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് എടുത്ത് കണ്ടുകൊണ്ടെടുത്ത് മാറ്റി വയ്ക്കുന്നവരാണ് ഓരോ കർമ്മവും. എല്ലാം ആത്മാവാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്നിടത്തുനിന്ന് ആരും മരിക്കുന്നില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. നമ്മൾ കുറേ പേര് മരിച്ചവരുടെ ചുറ്റും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ ഹാ പൊട്ടിച്ചിരിച്ചെന്തെങ്കിലും അവൻ ഭ്രാന്തനാന്ന് പറയും. അപ്പം സമൂഹബോധം ഉണ്ടാകണം. ഇതൊക്കെ മിഥ്യയാണൊന്നും ഇല്ലാത്തതാണ് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നടക്കുകയല്ല. എപ്പോഴും അവൻ്റെ തലങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടിയാണിവൻ, കുട്ടിയെ എങ്ങനെയാണ് പിച്ച് നടത്തേണ്ടത്, അവനോടൊത്ത് നമ്മൾ പിച്ച് നടക്കണം. കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓടിയ കുട്ടി മറിഞ്ഞു വരും. പ്രസവിച്ച കൊച്ചിനെ ഇറച്ചി കൊടുത്ത് ദഹിക്കത്തില്ല. അപ്പോൾ അവൻ തിരിച്ചുകൊണ്ട് വരണമല്ല. തനിക്കിറച്ചി തിന്നാം, കുട്ടിക്ക് ഇറച്ചി കൊടുത്ത് അങ്ങനെ ദഹിക്കുകയില്ല. അപ്പോൾ ഓരോന്നിനെയും തലങ്ങൾ മനസ്സിലാക്കി ആ ബോധം, അത് ജ്ഞാനമെന്നും ബോധമെന്നും രാത്രിയുടെ ലൈറ്റെന്നും. അപ്പോൾ കയറിനെ പാമ്പായി കാണില്ല, പാമ്പിനെ കയറായി കാണില്ല. എല്ലാത്തിനെയും അതിൻ്റെ സ്ഥാനത്ത് കണ്ടുപോകാൻ സാധിക്കും. ഒരു മറ്റുള്ള ആളുടെ ചീത്ത വിളിച്ചാൽ നമ്മളെന്ത് പറയും? അയാൾ മാനസികമുള്ള ആളാണെന്നും ദേഷിക്കല്ലേ, വിട്ട് മറ്റുള്ളവർ പറയും. അങ്ങനെ നമ്മൾ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. ഇതിനെ നമ്മളൊരു എക്സ്പ്രസ് ബസ്സിൽ പോകുന്ന പോലെയാണ്. ഒരു സൽഗുരുവിനെ കിട്ടിയ സാധാരണ ബസ്സാണെങ്കിൽ നിർത്തി ആളെ കയറ്റി അല്ലെങ്കിൽ സാധനം കയറ്റി നിർത്തി അതിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആകാം, പിന്നെ അടുത്ത ബസ് മാറി കയറണം. അപ്പോൾ എക്സ്പ്രസ് ആണെങ്കിൽ ഇവിടെ നിന്ന് വിട്ടാൽ ഇത്ര മണിക്കിന് അവിടെ എത്തുമെന്നുള്ള അറിയാം. ഒരു ഗുരുവിൻ്റെ സാമീപ്യം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. എക്സ്പ്രസ് ബസ്സിൽ പോകുന്ന പോലെ അനേക ജന്മം കൊണ്ട് നേടാം, ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് നേടാം. കാരണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ മാറ്റിക്കിട്ടുക. പാവൽ പിടിച്ച കായലിക്കൂടിയാണ് നമ്മൾ തുഴയുന്നത്. അപ്പോൾ ആ ഗുരു പാവൽ മാറ്റിത്തരുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ രാജ്യത്തൊക്കെ മഞ്ഞ് വീഴുമ്പോൾ വണ്ടി ഓടാൻ വിഷമമാണ്, കാരണം നിറച്ച് മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പം മറ്റവർ വന്ന് തോണ്ടിക്കളഞ്ഞ് ഉപ്പിട്ട വേഗം മഞ്ഞ് വീഴി പോവും. അപ്പോൾ നമുക്ക് വേഗം വണ്ടി ഓടിച്ച് പോവാം. ഈ തടസ്സങ്ങൾ അതുപോലെ മാറ്റുന്നു. എപ്പോഴും ഗുരു നല്ലതിന് വേണ്ടിയാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. എപ്പോഴും ഒരു ഗുരു എന്തെങ്കിലും പറഞ്ഞാൽ അയാളങ്ങനെ പറഞ്ഞല്ലോ, അയാളോ തെറ്റ് ചെയ്തല്ലോ, ഇങ്ങനെ പറഞ്ഞ് ഗുരുവിനെ കുറ്റപ്പെടുത്തിയല്ല, നമ്മളിലേക്ക് നോക്കിയത് മാറ്റത്തില്ല. എപ്പോഴും നമ്മുടെ മനസ്സങ്ങനെയാണ്. എപ്പോഴും തറയുവാണ് പിടിച്ചു കയറാൻ വഴിയെടുത്ത പോലെ ആ ദുർബലതയെ അവൻ വലിയ കഴിവാക്കി അഭിമാനിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദുർബലമാക്കും. പരമായ സത്യത്തെ അറിഞ്ഞിരിക്കുന്നതാണ് ഗുരു. അതിലവർ ജീവിക്കുന്നു. ആത്മാവാണോ എന്നുള്ള ബോധത്തോടുകൂടിയാണ്. കൂട്ടത്തിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റ, താൻ ആത്മാവിലാണ് നിലനിൽക്കുന്നത്. ആ ബോധം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവാണ്. എരിഞ്ഞടങ്ങിയ വിറങ്ങുക പോലെ അവരിലെ എല്ലാ ആഗ്രഹങ്ങളും കെട്ടടങ്ങിയിരിക്കുന്നു. സംസാര ദുഃഖത്തിൽപ്പെട്ട് അലയുന്നവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം അവരിൽ കാരുണ്യം അവശേഷിക്കുന്നു. അപ്പോൾ പാല് തളിച്ച് തുളുമ്പുന്ന പോലെ അവൽ നിറഞ്ഞിരിക്കുകയാണ്. അതിങ്ങനെ തുളുമ്പി വരികയാണ് കാരുണ്യം.
കാരുണ്യം എന്ന് പറയാൻ ആ ഒരു തുളുമ്പൽ അവശേഷിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി.